പതിവ് പോലെ ജോലിത്തിരക്കിൽ നിന്ന് രക്ഷപ്പെട്ട് യുഎയിലെ ഒരു മുറിയിലേക്ക് ഒതുങ്ങിക്കൂടിയ കുറച്ച് പ്രവാസികൾ. അവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ തങ്ങളുടെയും തൻ്റെ വേണ്ടപ്പെട്ടവരുടെയും ജീവിതങ്ങൾ കരുപ്പിടിപ്പിക്കുകയാണ്. അന്ന് ആ മുറിയിലെ ടെലിവിഷനിൽ നിന്നും CNN വാർത്താ ചാനലിലെ ന്യൂസ് അവർ ചർച്ചകൾ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. ന്യൂസ് കണ്ട ആകാശ് പെട്ടെന്ന് പറഞ്ഞു, ഹാ, ഇന്ന് നിങ്ങളുടെ രാജ്യത്തിൻ്റെ ന്യൂസാണല്ലോ ലീബായ്. ന്യൂസ് തുടർന്നു. ദ ടെറർ ഓഫ് വാർ, അല്ലെങ്കിൽ നാപാം ഗേൾ എന്നറിയപ്പെടുന്ന ചിത്രം യഥാർത്ഥത്തിൽ പകർത്തിയത് നിക്കോട്ട് എന്ന ഫോട്ടോഗ്രാഫർ തന്നെയാണോ എന്ന് ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ ഡോക്യുമെന്ററിയെ തുടർന്ന് വേൾഡ് പ്രസ് ഫോട്ടോ ഫൗണ്ടേഷൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച യുദ്ധ ഫോട്ടോഗ്രാഫികളിൽ ഒന്നിൻ്റെ ഔദ്യോഗിക ആട്രിബ്യൂഷൻ താൽക്കാലികമായി നിർത്തിവെച്ചു. അതായിരുന്നു അന്നത്തെ വാർത്ത. TV-യിലെ വാർത്ത കഴിഞ്ഞപ്പോൾ ആകാശം തുടർന്നു. വിയറ്റ്നാം യുദ്ധത്തിന്റെ പുറം ലോകം കണ്ട മുറിവല്ലേ പൊള്ളലേറ്റ് നഗ്നയായി ഓടിവരുന്ന ആ കുരുന്നിൻ്റെ ചിത്രത്തിന് പിറകിൽ അവളെപ്പോലെ എന്തോരം ആളുകളായിരിക്കും ഇന്നും കഴിഞ്ഞ കാലത്ത് നേരിട്ട ക്രൂരതകളിൽ തങ്ങളുടെ ബാല്യത്തിനെ കൊരുത്തിട്ടുണ്ടാവുക. ബാല്യകാല ഓർമ്മകൾ അന്നവർക്ക് സമ്മാനിച്ചത് ഒരിക്കലും മായാതെ നിൽക്കുന്ന ഈ പൊള്ളലിൻ്റെ വിങ്ങലുകളായിരിക്കും. അവൻ്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ തൊണ്ടക്കുഴിയിൽ തന്നെ കുടുങ്ങി നിൽക്കുന്നതായി തോന്നി. എല്ലാവരുടെയും മുഖങ്ങളിൽ ഒരു ദൈന്യത പടർന്നു. അല്ലെങ്കിലും ചില നൊമ്പരങ്ങൾ ചില മനുഷ്യർ നേരിട്ടതാണല്ലോ എന്നോർക്കുമ്പോൾ അത് അനുഭവിക്കാത്തവർക്ക് പോലും ആ വേദനയുടെ തീവ്രത ഒരു നിമിഷത്തേക്കെങ്കിലും ഹൃദയത്തിൽ തടയും. അതിനെയായിരിക്കും നമ്മൾ ചുരുക്കി മനുഷ്യത്വം എന്ന വാക്കിൽ ഒളിപ്പിക്കുന്നത്. AC-യുടെ തണുപ്പിൽ ആ മുറിയിലെ ക്ലോക്കിൻ്റെ സൂചി മുന്നോട്ട് കുതിക്കുന്നതിനൊപ്പം നീളം കുറഞ്ഞ 50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ലീയുടെ ചെറിയ തീക്ഷ്ണതയുള്ള കണ്ണുകൾ താൻ കേട്ട് തരംപിച്ച തൻ്റെ മാതൃരാജ്യത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയുമോ, ലീ പറഞ്ഞു തുടങ്ങി, ഇന്നീ കാണുന്ന വിയറ്റ്നാമിന് മുൻപ് ഏകദേശം 60 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് ഹെക്ടർ നിബിഡ വനങ്ങൾ ആരുടെയൊക്കെയോ വിദ്വേഷങ്ങൾക്കും ലോക 1-ാം നമ്പർ പദവി നിലനിർത്താനുള്ള മത്സര ബുദ്ധിക്കും വേണ്ടി കരിച്ച് വെണ്ണീറാക്കിയ കഥ. ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും മേലും കടന്ന് അവൻ്റെ നാടിൻ്റെ പച്ചപ്പിനെയും മനുഷ്യരെയും ഇല്ലാതാക്കിയ കഥ. ഇന്നത് ചിലപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു വെറും അധ്യായം മാത്രമായി ഒതുങ്ങിയേക്കാം. എന്നാലും ചിലത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആ പോരാട്ടത്തിൽ ബാക്കിയായ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഭൂമിയിലെ സകല ദുരിതങ്ങളും നേരിട്ട് ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ പോലും ജീവിതം സ്വപ്നം കാണാൻ പേടിച്ച് ജീവിച്ചവരെക്കുറിച്ച് ഓർമ്മ വരും. എൻ്റെ പൂർവികരെ പറ്റി, എൻ്റെ നാടിനെ പറ്റി ഓർത്തുപോകും. ശരിക്കും എന്താണ് നിങ്ങളും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം? 2-ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെതിരായി പോരാടുവാൻ നിങ്ങളുടെ രാജ്യത്തിനെ സഹായിച്ച രാജ്യം പിന്നീട് എങ്ങനെയാണ് നിങ്ങളുടെ ശത്രുപക്ഷത്തേക്ക് വന്നത്? ആകാശ് ലീയോട് ചോദിച്ചു. ലീ അല്പനേരം മൗനത്തിൽ തുടർന്നു. പിന്നീട് പറഞ്ഞു തുടങ്ങി, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചരിത്രത്തിലെ ഓരോ യുദ്ധങ്ങളും അവസാനിക്കുന്നത് മറ്റൊരു യുദ്ധത്തിലേക്കുള്ള വാതിൽ പതിയെ തുറന്നിട്ടുകൊണ്ടാണ്. ഓരോ യുദ്ധങ്ങൾക്ക് ശേഷവും ജയിച്ച രാജ്യങ്ങൾ ഓരോ ഉടമ്പടിയുമായി വരും. പക്ഷേ ഈ ഉടമ്പടികളിൽ നീറിപ്പുകയുന്നത് ആത്മാഭിമാനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കനലുകളായിരിക്കും. പതിയെ പതിയെ സാഹചര്യങ്ങൾ മാറുമ്പോൾ അത് കത്തിജ്വലിക്കും. നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ, 1-ാം ലോക മഹായുദ്ധം തീർത്ത വേഴ്സായ് ഉടമ്പടിയാണ് 2-ാം ലോക മഹായുദ്ധത്തിനായിട്ടുള്ള വിത്ത് ജർമ്മനിയിൽ പാകിയത്. അതുപോലെ 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ അനന്തരം ലോകത്ത് മുളപൊട്ടിയ കോൾഡ് വാർ, അതാണ് അമേരിക്കയെ വിയറ്റ്നാമിനെതിരായി തിരിയാൻ പ്രേരിപ്പിച്ചത്. പുറത്തെ ഇരുട്ടിന് കനം കൂടുന്ന പോലെ മുറിയിലെ നിശബ്ദതയ്ക്കും കനം കൂടുന്നുണ്ടായിരുന്നു. ലീ അവൻ്റെ സംഭാഷണം തുടർന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ പടർന്നു പന്തലിക്കുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് തടയിടാൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വിയറ്റ്നാമിൽ വേരുറപ്പിക്കാതിരിക്കാൻ അവർ ഞങ്ങളോട് യുദ്ധം ആരംഭിച്ചു. പക്ഷേ ലോക പോലീസിൻ്റെ കണക്കുകൂട്ടലുകൾക്ക് അക്കം തെറ്റി. ഞങ്ങളുടെ ചെറിയ രാജ്യത്തിനു മേൽ തങ്ങളുടെ ശക്തി കാണിക്കാൻ വർഷിച്ച നാപ്പാം ബോംബുകളും വനങ്ങൾ കരിച്ച് അതിലൊളിച്ചിരുന്ന് പോരാടിയിരുന്ന ഗൊറില്ല പോരാളികളെ കണ്ടെത്താൻ തളിച്ച ദശലക്ഷക്കണക്കിന് ഏജന്റ് ഓറഞ്ചിന് മുൻപിലും തളരാതെ ഉറച്ച മനഃശക്തിയോടെ ഞങ്ങൾ വർഷങ്ങളോളം പോരാടി. ഇത്രയും പ്രതിസന്ധികളൊക്കെ നേരിടുമ്പോഴും ആത്മവീര്യം ചോരാതെ വീണ്ടും വീണ്ടും വർദ്ധിച്ച ശക്തിയോടെ പ്രതിരോധിക്കുവാൻ ഞങ്ങൾക്ക് ആത്മബലം തന്നത് 2-ആയി വിഭജിച്ച ഞങ്ങളുടെ നാടിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി പോരാടിയ ഞങ്ങൾ സ്നേഹപൂർവ്വം അങ്കിൾ ഹോ എന്ന് വിളിച്ചിരുന്ന ഹോയുടെ വാക്കുകളായിരുന്നു. ഹോ ചി മിൻ, സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ പിതാവ്, എളിമയുള്ള
സ്നേഹനിർഭരനായ ആ വിപ്ലവകാരിയെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ഹോച്ചിമിനെക്കുറിച്ച് കേട്ടയുടൻ തന്നെ ആകാശ് ആവേശത്തോടെ ഇടയിൽ കടന്നു കയറി. ചെറുപുഞ്ചിരിയോടെ ലീ തുടർന്നു. ഫ്രഞ്ചുകാർ വിഭജിച്ച വിയറ്റ്നാമിന്റെ ഏകീകരണത്തിനായി അദ്ദേഹം ധാരാളം പരിശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ വിയറ്റ്നാം ഹോയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ആകുമെന്ന് ഭയന്ന് വിയറ്റ്നാമിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും അമേരിക്ക സമ്മതിച്ചില്ല. 1969 അദ്ദേഹം അന്തരിച്ചതിനു ശേഷവും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും സഹിഷ്ണുതയും വടക്കൻ വിയറ്റ്നാമിലെ വിയറ്റ്മിൻ പോരാളികളിലൂടെ മുന്നേറിക്കൊണ്ടേയിരുന്നു. ഇത് 1976 ജൂലൈ 2 ഉത്തര ദക്ഷിണ വിയറ്റ്നാമുകൾ ഒന്നുചേർന്ന് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം രൂപപ്പെടുന്നത് വരെ തുടർന്നു. മുറിയിലെ അന്തരീക്ഷത്തിന് തന്നെ മാറ്റമുണ്ടായി തുടങ്ങി. യുദ്ധങ്ങൾ ലോകത്തിന് സമ്മാനിച്ച മരവിപ്പ് പോലെ AC-യുടെ തണുപ്പിൽ അവിടെയുള്ള മനുഷ്യ മനസ്സുകളിലും നേർത്ത മരവിപ്പ് പടർന്നു തുടങ്ങിയിരുന്നു. വിയറ്റ്നാം യുദ്ധസമയത്ത് അമേരിക്കൻ ജനത തന്നെ സ്വന്തം ഭരണകൂടത്തിനെതിരായി യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങളുമായി അമേരിക്കൻ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. താൻ പണ്ടെങ്ങോ വായിച്ചത് ഓർമ്മിച്ച് ആകാശ് പറഞ്ഞു. അടച്ചിട്ട മുറികളിലിരുന്ന് രാജ്യത്തിന്റെ പ്രധാന നേതാക്കൾ കൈക്കൊള്ളുന്ന അവരുടെ ശരികൾക്ക് വേണ്ടി ഇല്ലാതാകുന്നത് സാധാരണക്കാരന്റെ ജീവിക്കാനുള്ള ആഗ്രഹമാണ്. നേതാക്കന്മാർ അവരുടെ വീറും വാശിയും കാണിക്കുന്നത് ഇത് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാധാരണക്കാരിലൂടെയാണ്. ഉപദേശങ്ങളുമായി തെക്കൻ വിയറ്റ്നാമിലേക്ക് വന്ന അമേരിക്ക പിന്നീട് യുദ്ധത്തിന്റെ ഭാഗമായി. പതിയെ പതിയെ യുദ്ധത്തിലെ ജയം അവരുടെ ആത്മാഭിമാനത്തിന്റെ ഭാഗമായി. എന്നാൽ തങ്ങളുടെ മലകളെയും കാടിനെയും അറിഞ്ഞ വിയറ്റ്കോം പ്രവർത്തകർ ഭൂമിക്കടിയിൽ കൂടി തുരങ്കങ്ങൾ ഉണ്ടാക്കി പോരാടിക്കൊണ്ടേയിരുന്നു. തങ്ങളുടെ നാടിനെയും അതിൻ്റെ ഭൂപ്രകൃതിയെയും തിരിച്ചറിഞ്ഞ് തങ്ങളുടേതായ രീതിയിൽ ആത്മധൈര്യം ചോരാതെ അവർ പോരാടിക്കൊണ്ടേയിരുന്നു. ഏജന്റ് ഓറഞ്ച് എന്ന രാസവസ്തു വിതച്ചതിന്റെ ഫലമായി വിയറ്റ്നാമിന്റെ കാടും പുഴയും എല്ലാം മലിനമായി. അവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞും പുതിയ ജനിതക വൈകല്യത്തോടെയായിരുന്നു ഭൂമിയിലേക്ക് പിറന്നത്. മനസ്സിനെ ഒരുക്കുന്ന പല ഭീകര കാഴ്ചകൾക്കും പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ സാക്ഷിയായി. ഞങ്ങളുടെ പുതുതലമുറയുടെ ജീവിക്കാനുള്ള അവകാശത്തിന് മേലായിരുന്നു ആകാശമാർഗം നടത്തിയ മാരക വിഷമുള്ള രാസവസ്തുക്കൾ ഓപ്പറേഷൻ റോളിംഗ് തണ്ടർ എന്ന ഓമന പേരിൽ വന്നു പതിച്ചത്. ചരിത്രത്തിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു വലിയ ഭൂപ്രദേശത്ത് അധിനിവേശം നടത്തിയ പല വിദേശ ശക്തികളും ആ രാജ്യത്തിന്റെ പ്രകൃതിയെയും മനുഷ്യരെയും എങ്ങനായിരുന്നു ചൂഷണം ചെയ്തതെന്ന്. പിന്നീട് അവർ ആ രാജ്യം വിട്ട് മടങ്ങിപ്പോകുന്നതിന് മുൻപ് അവർക്ക് തോന്നുന്ന രീതിയിൽ വിഭജന രേഖ വരച്ച് അതിർത്തി നിർണയിച്ച് ആ രാജ്യത്തെ വെട്ടിമുറിച്ചത്. അതിനൊപ്പം തന്നെ അവിടെയുള്ള ജനങ്ങളിലേക്ക് മതം പോലെയുള്ള വിദ്വേഷത്തിന്റെ വിത്തുകളും വിതച്ചിട്ടാകും മടങ്ങുന്നത്. ഈ വിദ്വേഷത്തിന്റെ നാമ്പുകൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് വെള്ളവും വളവും നൽകി കരുത്തുറ്റതാക്കി ഇന്നും നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ആരുടെയൊക്കെയോ ബോധമണ്ഡലത്തിൽ ഉദിച്ച ചിന്തകൾക്ക് ഇന്നും ഒന്നായിരിക്കേണ്ട അയൽ രാജ്യങ്ങളിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധവിമാനങ്ങളും മിസൈലുകളും പായിച്ച് തങ്ങളുടെ ശക്തി പ്രകടമാക്കിക്കൊണ്ടേയിരിക്കുന്നു. യുദ്ധം മനുഷ്യനോട് ചെയ്യുന്നത് അവന്റെ ജീവിക്കാനുള്ള അവകാശങ്ങൾ തകിടം മറിക്കുകയാണ്. എന്തിന് യുദ്ധം ജയിച്ചു എന്ന് അവകാശപ്പെടുന്ന നാട്ടിൽ പോലും അതിൻ്റെ കഴിനിഴൽ പടർന്നിരിക്കും. തോക്കിൻ കുഴലുകളിലൂടെ പരസ്പരം പോരാടുന്നവർ വസിക്കുന്ന ഇടങ്ങളിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ വിദൂരത്തായിരിക്കും. മുറിയുടെ പുറത്ത് ഒരു മണൽക്കാറ്റ് അപ്പോഴും ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു.